അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക ഒരു ജിഹാദിയായി. മുഹമ്മദ് കുട്ടി എന്ന ജിഹാദി, മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ. ലവ് ജിഹാദ് പോലെ സിനിമാ ജിഹാദ് നടത്താൻ ആഗ്രഹിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ഷാറൂഖ് ഖാൻ എതിരായിട്ട് നടന്ന, അല്ലെങ്കിൽ മുസ്ലിം പേരുകാരായ നടന്മാർക്ക് എതിരായി നടന്ന ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ട്. മലയാള സിനിമയെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം മോഹൻലാലിന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. മോഹൻലാൽ ആ ചടങ്ങിന് പോയില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഒരു ആശംസകളെങ്കിലും അർപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് സംഘികളൊന്നും ചുരുക്കി അജണ്ട മാത്രമല്ല, ഇതൊരു ശൂദ്ര കലാപം കൂടിയാണ്. അത് പുഴു എന്ന ചിത്രത്തിന്റെ പ്രമേയത്തിലൂടെ ബ്രാഹ്മണ്യം, മൈക്രോ മൈനോറിറ്റിയായ ബ്രാഹ്മണ്യത്തെ വിമർശിക്കുന്നു. എപ്പോൾ വിമർശിക്കപ്പെടുന്നുവോ, അതെപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുവോ, അപ്പോ ഒരു ശൂദ്ര കലാപം നാട്ടിലുണ്ടാവും. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ സംഘികളെല്ലാം കൂടി മമ്മൂക്കയെ ഒരു ജിഹാദിയാക്കി മാറ്റാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. 2 ടേമായിട്ട് BJP ഇന്ത്യയുടെ അധികാരം കൈയാളുകയും ഇനി ഒരിക്കൽ കൂടി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രതീതി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തില് ഈ ഓൺലൈനിലൊക്കെ ഈ സംഘപരിവാറിനെയും RSSനെയും ഒക്കെ ന്യായീകരിക്കാനായിട്ട് വരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അവരൊക്കെ പറയുന്ന ഒരു കാര്യം, RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെട്ടാനും കുത്താനും ഒന്നും പഠിപ്പിക്കുന്നില്ല, ചിട്ടയായ ജീവിതമാണ് പഠിപ്പിക്കുന്നത്. മറ്റേ BJP അങ്ങനെ അയിത്തം കൽപ്പിച്ച് പുറത്ത് നിർത്തേണ്ടവരല്ല, BJP അല്ലെങ്കിൽ സംഘപരിവാറുകാരെ അങ്ങനെ അയിത്തം കൽപ്പിച്ച് പുറത്ത് നിർത്തേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നത് നമുക്കറിയാം. പക്ഷെ എന്താണ് BJP എന്നും എന്താണ് സംഘപരിവാർ എന്നും, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സംഘിയുടെ മാനസികാവസ്ഥ എന്താണെന്നും ഈ വിവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. കാരണം മമ്മൂട്ടി എന്ന മഹാനടനെ കേരളം ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കാണുന്നതല്ല. 10-40 വർഷക്കാലമായിട്ട് നമുക്ക് ചിരപരിചിതനായ ഒരാളെ ഒരു നിമിഷം നേരം എടുത്ത് പെട്ടെന്ന് അങ്ങ് ജിഹാദി വൽക്കരിക്കുന്നു. ജിഹാദി അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിന്റെയും ഈ ജിഹാദികളുടെയും ഒക്കെ മൊത്തം സർട്ടിഫിക്കറ്റ് വിതരണക്കാര് സംഘികളായതുകൊണ്ട് നമുക്കിത് കേട്ടിരിക്കുകയേ നിർവാഹമുള്ളൂ. പണ്ട് മലയാളത്തിലൊരു പാട്ടുണ്ടായിരുന്നു, ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പ്, ഈശ്വരൻ ജനിക്കും മുമ്പ് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. നമുക്കതിനെ ശശികല ടീച്ചർ ജനിക്കും മുമ്പ്, അഡ്വക്കേറ്റ് ജയശങ്കർ ജനിക്കും മുമ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരുത്തി പാടാവുന്നതാണ്. കാരണം ഇവരൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ നാം അറിയുന്നതിന് മുമ്പ്, നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് ഇവരൊക്കെ വരുന്നതിന് മുമ്പ് നാം എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്, നാം എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത്? മലയാളിയുടെ ആ പൊതുബോധത്തെ, ആ സാംസ്കാരിക മണ്ഡലത്തിലേക്കാണ് ഇവര് ഈ ജിഹാദിസം കൊണ്ട്, ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇടിച്ചു കയറാൻ വരുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ നിന്നുൾപ്പെടെ കേരളത്തിൽ സംഘികളെ അകറ്റി നിർത്തേണ്ടത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വിവാദം. ഈ വിവാദം അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ഷാറൂഖ് ഖാൻ എതിരായിട്ട് നടന്ന, അല്ലെങ്കിൽ മുസ്ലിം പേരുകാരായ നടന്മാർക്ക് എതിരായി നടന്ന ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ട്. അവരെ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഒരു തീവ്രമായ സംഘി പരിശ്രമം നടന്നു. ഒരു പരിധിവരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അതുപോലെ തന്നെ പെട്ടെന്ന് മലയാളത്തിൽ അവർക്ക് അങ്ങ് കടന്നു കയറാൻ പറ്റില്ല. കാരണം ഇവരെ നമ്മൾ എപ്പോഴും, സംഘികൾ എന്ന് പറയുന്ന വർഗത്തെ എപ്പോഴും നാം ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തി അകറ്റി നിർത്തുന്ന ഒരു കൂട്ടരാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് ഇടിച്ചു കയറാൻ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് ഇപ്പോ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സംഭവം അത് ഇവർ തന്നെ പറഞ്ഞുണ്ടാക്കിയെടുത്തു. അതിനുശേഷം എനിക്കിത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത് അതിനെപ്പറ്റി ആളുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഈ മുസ്ലിം പേരുകാരായ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഇപ്പൊ ആഷിഖ് അബുവിനെ പോലെയുള്ള ചില മുസ്ലിം പേരുകാരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇവർ സംസാരിക്കുന്നു. അന്ന് തന്നെ എനിക്ക് കൃത്യമായി മനസ്സിലായിരുന്നു, ഇത് മമ്മൂക്കയിലേക്ക് എത്താനുള്ള, ഒറ്റയടിക്ക് മമ്മൂട്ടിയെ അങ്ങനെ കയറി ആക്രമിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ മമ്മൂക്കയിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. അതിന്റെ ക്ലൈമാക്സിൽ അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്തു. ഇവർ മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്തൊന്നുമല്ല. അപ്പോ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു, മോഹൻലാലിനെതിരെ നടക്കുന്ന പ്രചരണം അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും അത് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ പ്രചരണത്തിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ മമ്മൂക്കയ്ക്കെതിരെയുള്ള, അല്ലെങ്കിൽ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സാധനം പറയുന്ന ആളുകളുടെ രാഷ്ട്രീയം തപ്പിപ്പോയാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അത് സംഘപരിവാറുകാരാണ് എന്നും. ഇത് മമ്മൂട്ടിയെ കോർണർ ചെയ്യാൻ വേണ്ടി ഒരു നീണ്ട കാലത്തെ പരിശ്രമം
എടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്ലാനിംഗ് ആണ് എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാവും. മലയാള സിനിമയെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് മോഹൻലാൽ മറ്റേ പാത്രം കുട്ടിയ പോസിറ്റീവ് എനർജി വരും, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് കുറെ വ്ലോഗ് എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ വിഷസ് സന്ദീപ് വാര്യർ അങ്ങോട്ട് അയക്കുന്നു, അതിന് മറുപടി മോഹൻലാൽ കൊടുക്കുന്നു. അങ്ങനെ മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു കളി കളിച്ചു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഘികളെ എപ്പോഴും മലയാളി ജനത പടിക്ക് പുറത്തേ നിർത്തൂ. അത് മോഹൻലാലിന് വളരെ വ്യക്തമായി മനസ്സിലായി. ഏതോ ഒന്നോ രണ്ടോ സിനിമകളല്ലാതെ ബാക്കി നിരന്തരമായി സിനിമകൾ പൊട്ടിയപ്പോൾ മോഹൻലാൽ ഒരു ആത്മപരിശോധന നടത്തി. അതുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് മോഹൻലാൽ പോകാതിരുന്നത്. അപ്പൊ പെട്ടെന്ന് സംഘികൾ ചൊടിച്ചു. മോഹൻലാൽ ആ ചടങ്ങിന് പോയില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഒരു ആശംസകളെങ്കിലും അർപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് സംഘികളൊന്നങ്ങ് ചൊടിച്ചു. അതിനുശേഷം മലൈക്കോട്ടെ വാലിബൻ പരാജയപ്പെടുന്നു. അങ്ങനെ ചില സംഭവങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തി മോഹൻലാൽ പിൻവാങ്ങിയിട്ട് പിന്നെ സംഘികൾ ചെയ്തത് നമ്മുടെ സുരേഷ് ഗോപി, ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ തുടങ്ങിയ താരങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കളി കളിക്കാൻ നോക്കി. അതും ഏതാണ്ട് ജനം വെറുത്തു പോയതുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ആകെയുള്ള വഴി വെടക്കാക്കി തനിക്കാക്കുക എന്ന രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെ കുറ്റം പറയുക. അതിന് ഇവരുടെ കയ്യിൽ കുറെ വാക്കുണ്ട്. ജിഹാദി, കമ്മ്യൂണിസ്റ്റ്, അർബൻ നക്സലൈറ്റ്, അങ്ങനെ ചില വാക്കുകളുണ്ട്. ഇവരുടെ സ്ഥിരം കൃഷികളാണ്. നമ്മുടെ തലയ്ക്ക് മൂത്ത സംഖ്യയായ TG മോഹൻദാസ് ഒക്കെ ABC അപരാധം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അങ്ങേർക്ക്. അതിൽ നിന്ന് സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതിൽ മമ്മൂട്ടിക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാക്കാണ് ജിഹാദി എന്ന്. അതിന് കാരണം മമ്മൂട്ടിയുടെ പേരും അദ്ദേഹത്തിന്റെ മതവും തന്നെയാണ്. എന്നാൽ ഇത്ര പെട്ടെന്ന് മമ്മൂട്ടിക്കെതിരെ ഇപ്പൊ പുഴു എന്ന ഒരു സിനിമ അത് ഇറങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 2 വർഷത്തോളം ആവുന്നു. പെട്ടെന്ന് ആ സിനിമയെ എടുത്തിട്ടുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ ഒരു ആക്രമണം നടത്താനുള്ള ഇപ്പോഴുണ്ടായ സാഹചര്യം എന്താണ്? അതാണ് നാം വ്യക്തമായി തിരിച്ചറിയേണ്ടത്. ഇത് വെറും സംഘി അജണ്ട മാത്രമല്ല, ഇതൊരു ശൂദ്ര കലാപം കൂടിയാണ്. ശൂദ്ര കലാപം എന്ന് ഞാൻ കൃത്യമായി പറയാൻ കാരണം, ഇപ്പോ ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ബിംബങ്ങളെയോ ഒക്കെ കുറ്റം പറയുമ്പോൾ ചെറിയ പ്രത്യാഘാതങ്ങൾ, ചെറിയ പ്രതികരണങ്ങളൊക്കെ അവിടെ ഇവിടെയായി ഉണ്ടാവാറുണ്ടെങ്കിലും ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു അറ്റാക്ക് ഉണ്ടാവാറില്ല. പക്ഷെ മമ്മൂട്ടിയുടെ കേസിൽ നാം കാണുന്നത് അങ്ങ് തലയ്ക്ക് മൂത്ത സംഖ്യയായ TG മോഹൻദാസ് മുതല് സന്ദീപ് വാര്യർ മുതല് നമ്മുടെ സംഖ്യയാണെന്ന് സമ്മതിക്കില്ലാത്ത ചർച്ചത്തൊഴിലാളിയായ പണിക്കാര് മുതല് സന്തോഷ് പണ്ഡിറ്റ് വരെ പ്രതികരിച്ചു. ഇത്രയും ഓർഗനൈസ്ഡ് ആയ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത അത് ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ ഹിന്ദു ബിംബങ്ങളെയോ കുറ്റം പറയുമ്പോൾ മാത്രമല്ല, ബ്രാഹ്മണ്യം അതെപ്പോൾ വിമർശിക്കപ്പെടുന്നുവോ, അതെപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുവോ, അപ്പോ ഒരു ശൂദ്ര കലാപം നാട്ടിലുണ്ടാവും. അത് നാം പലവട്ടം കണ്ടതാണ്. ഇപ്പോ ശബരിമല സമരത്തിന്റെയൊക്കെ സമയത്ത് നമ്മൾ ഇതിലും വലിയ കലാപങ്ങൾ കണ്ടതാണ്. ഇതും സമാനമായ ഒരു സാഹചര്യമാണ് പുഴു എന്ന സിനിമയുടെ കഥ. ഷാജൻ സ്കറിയ ഇപ്പോ ഈ വിവാദം കുത്തിപ്പൊക്കിയൊക്കെ കൊണ്ടുവരാൻ കാരണം അങ്ങേരെ ഏതോ എയർപോർട്ടിലിട്ട് ചെവിക്കല്ല് അടിച്ചു പൊളിച്ചവന്നിട്ട് തിരിച്ചൊരു പണി കൊടുക്കാം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഷാജൻ സ്കറിയ ഇതിന്റെ പുറകെ തൂങ്ങിയത്. പക്ഷേ സംഘികൾ ചാടി പിടിച്ചതിന്റെ കാരണം പുഴു എന്ന ചിത്രത്തിന്റെ പ്രമേയത്തിലൂടെ ബ്രാഹ്മണ്യം, മൈക്രോ മൈനോറിറ്റിയായ ബ്രാഹ്മണ്യത്തെ വിമർശിക്കുന്നു. ഇതാണ് പ്രശ്നം. മമ്മൂക്ക എയറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഘികള് വരുന്നുണ്ട്. മമ്മൂക്ക എവിടെയാണ് എയറിലായതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനും ഭാഗങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ മമ്മൂക്ക എയറിലാണെന്ന് പറഞ്ഞു വരുത്തുന്ന ഈ സംഘികളുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ മമ്മൂട്ടി ഇപ്പോ എയറിലാണ്. ഇത്തരം ഒരു കഥ തെരഞ്ഞെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കണം. മമ്മൂട്ടിയുടെ ഒരു ബന്ധു ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. അവിടെ തന്നെയാണ് എന്റെ കുട്ടിയെ ഈ ലവ് ജിഹാദിൽപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ഈ അടുത്തിറങ്ങിയ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൽ ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശാസ്താവിനെ അഥവാ ചാത്തനെ ഒരു ഏലിയൻ അഥവാ അന്യഗ്രഹ ജീവിയായിട്ട് വികൃതമായിട്ട് ചിത്രീകരിക്കാൻ ആ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ആരാണ് അധികാരം നൽകിയത്? അതായത് എന്താണ് പുഴു എന്ന ചിത്രത്തിന്റെ പ്രമേയം? ഉന്നതകുല ജാതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രത്തിന്റെ സഹോദരി, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സഹോദരി, അവര് ഒരു ദളിതന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു, പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു. അതില് ഈ മേൽജാതിക്കാരനുണ്ടാവുന്ന ഫ്രസ്ട്രേഷനാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പക്ഷെ അത് മാത്രമാണ് പ്രശ്നം. നമ്മൾ ഇതിനു മുമ്പ് ദളിത് കഥാപാത്രങ്ങള് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രമേയങ്ങൾ ഒരുപാട് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ 1921 എന്ന് പറഞ്ഞ മമ്മൂട്ടി അവതരിപ്പിച്ച ചിത്രത്തിൽ തന്നെ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ദളിത് കഥാപാത്രമാണ്. അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥിതിയെയൊക്കെ പ്രമേയമാക്കിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ സിനിമയെ മാത്രം വിമർശനത്തിന് വിധേയമാക്കാൻ എന്താണ് കാരണം? സാധാരണ സിനിമകൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഒരു ആദിവാസിയെ എങ്ങനെ, ഒരു ആദിവാസിയായ യുവാവിനെ
ഒരു സിനിമയിൽ കാണിക്കണമെങ്കിൽ എങ്ങനെ കാണിക്കണം? അവൻ ഈ മണ്ണിര കുരുപ്പ് കുത്തുന്ന പോലത്തെ തലമുടി, അത് ചീകി ഒതുക്കാതെ ഇങ്ങനെ പാറി പറന്ന് നിൽക്കുന്ന ചെമ്പൻ തലമുടി ആയിരിക്കണം. താടി വടിക്കാതെ അത് ഇങ്ങനെ നീട്ടി വളർത്തിയ ഒരു പ്രാകൃതമായ ഒരു രൂപമായിരിക്കണം. അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇത്രയും കാലമായിട്ടും സ്ത്രീകള് ബ്ലൗസ് ഇടരുത്. ഒരു സാരി അതിങ്ങനെ ആ മാറിനോട് ചേർന്ന് മറച്ച് വെക്കാനേ പാടുള്ളൂ. എത്രയോ കാലമായി അങ്ങനെ നമ്മൾ സിനിമയിൽ കാണുന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ സച്ചി എന്ന സംവിധായകൻ അവസാനമായി ചെയ്ത അയ്യപ്പനും കോശി എന്ന ചിത്രത്തിലാണ് ഒരു ആദിവാസി സ്ത്രീ ബ്ലൗസ് ഇട്ട് ഒരു ആദിവാസി സ്ത്രീയെ കാണുന്നത് ഞാൻ. അപ്പൊ അത്തരത്തില് ഒരു ദളിതനെ എങ്ങനെ ചിത്രീകരിക്കണം എന്നതിന് സിനിമയിൽ വ്യക്തമായ ചില മുൻവിധികളുണ്ട്. അല്ലെങ്കിൽ ഒരു ആദിവാസിയെ എങ്ങനെ ചിത്രീകരിക്കണം. ഇപ്പൊ കാട്ടിൽ തേനെടുക്കാൻ പോയ ചൊക്കനാണ് പറഞ്ഞത്, പൊക്കനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുലിമുരുകനിലൊക്കെ വരുന്നുണ്ടല്ലോ. ഈ ആദിവാസികൾക്ക് ഇപ്പോഴും ഈ കാലത്തും ഈ കാട്ടിൽ തേനെടുക്കാൻ പോകുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഇവർക്കറിയാവുന്ന, ഈ സിനിമക്കാർക്ക് അറിയാവുന്ന ഒരു പണി. ഇതിന് മാത്രം തേൻ എവിടെയാ കാട്ടിലെന്ന് എനിക്കറിയാൻ പാടില്ല. ഏത് സിനിമയിലെടുത്താലും എന്താ പണി? ആദിവാസി അവനെ ഒന്നുമില്ലെങ്കിൽ കാട്ടിൽ തേനെടുക്കാൻ പോവുക, അല്ലെങ്കിൽ കാട്ടില് പച്ചമരുന്നുകൾ പറിക്കാൻ പോയി. ഇത് ശേഖരിക്കലാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള പണി. പുഴു എന്ന ചിത്രത്തില് മമ്മൂട്ടിയുടെ സഹോദരി ഇറങ്ങിപ്പോകുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം ചെയ്യുന്ന ഒരാളുണ്ട്. അയാള് നല്ല വെൽ ഡ്രസ്ഡായ, നല്ല പാന്റ്, നല്ല ഷർട്ട്, ഇൻഷർട്ട് ഒക്കെ ചെയ്ത് സ്മാർട്ടായ ഒരു മനുഷ്യൻ, അതിലുപരിയായി നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ. അങ്ങനെ ഒരാളുടെ കൂടെയാണ് ഈ പാർവതി തിരുവോത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം പ്രണയിച്ച് ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ ഒരാളെ, അതായത് നമ്മുടെ മലയാള സിനിമ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഈ എന്തോ പല്ല് തേക്കാത്ത, കുളിക്കാത്ത, തലമുടി വെട്ടിക്കാത്ത ദളിത് രൂപങ്ങളെ, ആദിവാസി രൂപങ്ങളെ, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വിദ്യാസമ്പന്നനായ, വെൽ ഡ്രസ്ഡായ, ഒരു നല്ല കലാകാരനായ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ദളിത് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ആ ദളിത് കഥാപാത്രത്തെ മമ്മൂട്ടിയുടെ സഹോദരിയായ പാർവതി തിരുവോത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയി ഒരു കൊലപാതകത്തിലേക്ക് പോലും നീങ്ങുന്ന ഒരു ബ്രാഹ്മണ കഥാപാത്രം. അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് റിയാലിറ്റിയിൽ എന്നല്ല, സിനിമയിൽ പോലും അംഗീകരിക്കുവാൻ ഈ പറയുന്ന മൈക്രോ മൈനോറിറ്റിയായ ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അപ്പോ അതിനെതിരായി ബ്രാഹ്മണ്യം എപ്പോൾ വിമർശിക്കപ്പെടുന്നുവോ, അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുവോ, അപ്പോഴെല്ലാം ശൂദ്ര കലാപം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നടന്ന ഒരു ശൂദ്ര കലാപമാണ് മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്ത് ജിഹാദിയാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ സംഘികളെയും സംഘപരിവാറിനെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കൊല്ലാനും തിന്നാനും ഒന്നും പഠിപ്പിക്കുന്നില്ല, അവിടെ ജീവിതത്തിന്റെ ചിട്ടയാണ് പഠിപ്പിക്കുന്നത്, അവരെങ്ങനെ പടിക്ക് പുറത്ത് നിർത്തേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, ദേ ഇതാണ് ആ വിഷം. ഏത് നിമിഷവും മര്യാദയ്ക്ക് പോകുന്ന, സ്വൈര്യമായി ജീവിക്കുന്ന, സ്വസ്ഥതയായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തില് സ്പർദ്ധ വളർത്തിയാണ് അവരവരുടെ വേരുകൾ ആഴ്ത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളവും മലയാളികളും ഈ സംഘപരിവാറിനെ എപ്പോഴും പടിക്ക് പുറത്ത് നിർത്തേണ്ടവർ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ്.